A1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. A1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ പാലക്കുടയിൽ ക്ഷീരകർഷക കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലക്കുട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നിരവധി ക്ഷീരകർഷകർ പങ്കെടുത്തു. കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ക്ഷീരകർഷക കൂട്ടായ്മ പാലക്കുഴയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാലിത്തീറ്റയുടെ വർദ്ധിപ്പിച്ച വില അടിയന്തരമായി പിൻവലിക്കുക, ക്ഷീരകർഷകർക്ക് അർഹമായ സബ്സിഡി അനുവദിക്കുക, ക്ഷീരമേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പാലക്കുഴ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ക്ഷീരകർഷകരുടെ ശബ്ദം അവഗണിക്കരുതെന്നും അവകാശങ്ങൾക്കായി ഒരുമിച്ച് പോരാടുമെന്നും പാലക്കുഴയിലെ ക്ഷീരകർഷകരായ മാത്യൂസ് കറിയ, അരുൺ പി മോഹനൻ എന്നിവർ പറഞ്ഞു. ഈ സംഘത്തിൽ തന്നെയാണെങ്കിലും 100-ൽ പരം കർഷകർ പാലളന്നുകൊണ്ടിരുന്ന സംഘത്തില് ഇന്ന് 40-45 വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘത്തില് മെയ് മാസത്തില് മിൽമയിൽ നിന്നും 2 രൂപ ഇൻസെന്റീവ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഇൻസെന്റീവ് മെയ് മാസത്തിൽ ഇതുവരെ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അത് എത്രയും അടിയന്തരമായി ലഭ്യമാക്കുക. മിൽമയിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, അതിലെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് TAD, മറ്റ് അലവൻസുകൾ ഇതെല്ലാം ലഭിക്കുമ്പോൾ ഈ 4 മണിക്ക് എഴുന്നേറ്റ് ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ പാൽ ഇവിടെ കൊടുക്കുന്ന കർഷകന് കിട്ടുന്നത് തുച്ഛമായ ആനുകൂല്യങ്ങളാണ്. ഇതിന് ഒരു അവസാനമില്ലെങ്കിൽ നമ്മൾ ശക്തമായ മിൽമയിലേക്ക് പാൽ അളക്കുന്ന സംവിധാനം വരെ നിർത്താനുള്ള ഒരു പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇന്ന് യുവാക്കൾ ആരും തന്നെ ഈ ക്ഷീര കർഷക മേഖലയിലേക്ക് കടന്നു വരാത്തത് ഇതിനു വേണ്ടി എടുക്കുന്ന അധ്വാനം അത് വേണ്ട രീതിയിൽ സാമ്പത്തികമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ഒരു മേഖലയെ വേണ്ട രീതിയിൽ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായവും വേണ്ട രീതിയിൽ നടത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തൊട്ടാകെ കർഷകരുടെ ഒരു സപ്പോർട്ടിനും കൂടിയായിട്ട് എത്തനോൾ, ഈ കാർഷിക മേഖലയിൽ നിന്ന് എത്തനോൾ ഉൽപ്പാദനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിലവർധനവ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് നമ്മുടെ ഒരു ഗുണഭോക്ത സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വരുമ്പോൾ അത് കർഷകരെ, പ്രത്യേകിച്ചും ക്ഷീര കർഷകരെ അത് ബാധിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി അടക്കം നൽകിക്കൊണ്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സബ്സിഡി നൽകുക, അതുപോലെ തന്നെ ഈ കുടുംബങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഗവൺമെൻറ് അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ക്ഷീര കർഷകർ എന്നുള്ള രീതിയിൽ കൂട്ടായിട്ടുള്ള ആവശ്യം. ഉൽപാദന ചെലവിനനുസരിച്ച് പാലിന് ന്യായവില ലഭിക്കാത്തതും കാലിത്തീറ്റയുടെ വിലവർധനവും മൂലമുള്ള കടുത്ത പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ പാലക്കുഴ പഞ്ചായത്തിലെ ക്ഷീരകർഷകർ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് സങ്കട ഹർജി നൽകി. ക്ഷീരസംഘങ്ങളിൽ ബിൽഡിംഗ് റിസർവ് ഫണ്ട് പോലെ കെട്ടിക്കിടക്കുന്ന ഫണ്ടുകൾ ഒഴിവാക്കി കർഷകർക്ക് വീതിച്ചു നൽകുക, ക്ഷീര കർഷകരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്തുക, സെക്സ് സെമൻ സൗജന്യമാക്കുക, ഡയറി വകുപ്പും ലൈവ് സ്റ്റോക്ക് വകുപ്പും സംയോജിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സങ്കട ഹർജിയിൽ ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.